ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രാൻസിസ്റ്റേഴ്സിനെ കുറിച്ചാണ്. ട്രാൻസിസ്റ്റേഴ്സിൻ്റെ ബേസിക്, അതുപോലെ തന്നെ എൻ പി എൻ ട്രാൻസിസ്റ്റർ എന്താണ്, പി എൻ പി ട്രാൻസിസ്റ്റർ എന്താണ് എന്നുള്ളതാണ്. എന്താണ് ട്രാൻസിസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രാൻസിസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പി എൻ ജംഗ്ഷൻസ് എന്ത് ചെയ്യുന്നു, ഒരുമിച്ച് ചേർക്കുമ്പോഴാണ് എന്ത് കിട്ടുന്നത്, ട്രാൻസിസ്റ്റേഴ്സ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ട്രാൻസിസ്റ്റേഴ്സ് രണ്ട് രീതിയിലുണ്ട്, എൻ പി എന്നും ഉണ്ട്, അതുപോലെ തന്നെ പി എൻ പി ട്രാൻസിസ്റ്ററും ഉണ്ട്. അപ്പം ഈ ട്രാൻസിസ്റ്ററിന് 3 ടെർമിനൽസ് ആണുള്ളത്, എമിറ്റർ, ബേസ്, കളക്ടർ. ഇത് പി എൻ പി ട്രാൻസിസ്റ്റർ ആണ്, അതിന് ബേസ്, എമിറ്റർ, അതേപോലെ തന്നെ കളക്ടർ ഉണ്ട്. ഇനി എങ്ങനെയാണ് ട്രാൻസിസ്റ്ററിന് ട്രാൻസിസ്റ്റർ എന്നുള്ള പേര് വന്നത്? ട്രാൻസിസ്റ്റർ എന്നുള്ള പേര് വരാൻ കാരണം, ഇതിപ്പം ഒരു ട്രാൻസിസ്റ്റർ ആണെന്ന് വിചാരിക്കുക, ഇതിൻ്റെ ഇൻപുട്ട് പോയിന്റ് ആണ് ഇതെന്ന് വിചാരിക്കുക, ഔട്ട്പുട്ട് പോയിന്റ് ആണ് ഇതെന്ന് വിചാരിക്കുക. ട്രാൻസിസ്റ്റർ നോർമലി വർക്ക് ചെയ്യുന്നത് ഇൻപുട്ട് റീജിയനെ ഫോർവേഡ് ബയാസ് ചെയ്യുകയും അതുപോലെ തന്നെ ഔട്ട്പുട്ട് റീജിയനെ റിവേഴ്സ് ബയാസ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇൻപുട്ട് റീജിയൻ ഫോർവേഡ് ബയാസ്ഡ് ആയി എന്ന് വെച്ചാൽ മീനിങ് എന്താണ്, അവിടെ റെസിസ്റ്റൻസ് കൂടുതലാണോ കുറവാണോ? ഫോർവേഡ് ബയാസ്ഡ് ആയതുകൊണ്ട് കുറവായിരിക്കും. ഔട്ട്പുട്ടിൽ എന്തായിരിക്കും, റിവേഴ്സ് ബയാസിങ് ആണ്, അപ്പോൾ എന്താണ്, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. അപ്പോൾ ഹൈ റെസിസ്റ്റൻസ്, ലോ റെസിസ്റ്റൻസിൽ നിന്ന് ഹൈ റെസിസ്റ്റൻസിലേക്ക് ഒരു സിഗ്നലിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. ട്രാൻസ്ഫർ ഓഫ് സിഗ്നൽ ഫ്രം ലോ റെസിസ്റ്റൻസ് ടു ഹൈ റെസിസ്റ്റൻസ്. ആ ട്രാൻസ്ഫർ ആണ് ഈ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്. ആ റെസിസ്റ്റർ എന്നുള്ളതാണ് ഈ ഇത് വന്നേക്കുന്നത്. അപ്പോൾ അതാണ് ട്രാൻസിസ്റ്റർ എന്നുള്ള പേര് വന്നേക്കുന്നത്. ട്രാൻസ്ഫർ ഓഫ് സിഗ്നൽ ഫ്രം ഹൈ റെസിസ്റ്റൻസ് ടു ലോ റെസിസ്റ്റൻസ്. അങ്ങനെയാണ് ട്രാൻസിസ്റ്ററിന് ട്രാൻസിസ്റ്റർ എന്നുള്ള പേര് വന്നത്. ദെൻ എങ്ങനെയാണ് ഈ 3 സെക്ഷൻസും എങ്ങനെയാണ് ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്നത്? നമുക്കറിയാം 3 സെക്ഷൻസ് ഏതൊക്കെയാണ്, എമിറ്റർ, ബേസ്, കളക്ടർ. അപ്പം പി എൻ പി ട്രാൻസിസ്റ്ററിലും ഇങ്ങനെയുണ്ട്. അപ്പം ഇതിൻ്റെ ഡോപ്പിംഗ് ലെവൽസ് ഡിഫറെൻ്റ് ആണ്. അതായത് ഈ എൻ പി എൻ എന്ന് പറയുന്നതിൽ എമിറ്റർ സെക്ഷൻ ഹെവിലി ഡോപ്ഡ് ആണ്. ഹെവിലി ഡോപ്ഡ് എന്ന് വെച്ചാൽ നമുക്കറിയാം ചാർജ് കാരിയേഴ്സിൻ്റെ എണ്ണം അവിടെ കൂടുതലായിരിക്കും. ദെൻ പി എന്ന് പറയുന്നത് ഇത് ബേസ് ആണ്, അതെന്തായിരിക്കും, മോഡറേറ്റ്ലി ഡോപ്ഡ് ആയിരിക്കും. കുറച്ച് ലൈറ്റ്ലി ഡോപ്ഡ് ആണ്. ലൈറ്റ്ലി ഡോപ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഡോപ്പിംഗ് ലെവൽ എന്തായിരിക്കും, തീരെ കുറവായിരിക്കും. അപ്പോൾ ചാർജ് കാരിയേഴ്സ് തീരെ കാണൂല. ദെൻ കളക്ടർ എന്ന് പറയുന്നത് മോഡറേറ്റ്ലി ഡോപ്ഡ്, ഒരു മീഡിയം ലെവലിലായിരിക്കും കളക്ടർ ഡോപ്ഡ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ എമിറ്റർ ഹെവിലി ഡോപ്ഡ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എമിറ്ററിൽ നിന്ന് വേണം കാരിയേഴ്സിനെ ആണെന്നുണ്ടെങ്കിൽ കളക്ടറിലേക്ക് കൊണ്ടുപോകാനായിട്ട് ത്രൂ ബേസ്. അപ്പോൾ എന്താണ്, ഇവിടാണ് ചാർജ് കാരിയേഴ്സ് തുടങ്ങേണ്ടത്. അപ്പോൾ അത് ഹെവിലി ഡോപ്ഡ് ആണ്. ബേസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ലൈറ്റ്ലി ഡോപ്ഡ് ആണ്. ദെൻ കളക്ടർ എന്തായിരിക്കും, മോഡറേറ്റ്ലി ഡോപ്ഡ് ആണ്. അത് പി എൻ പി ട്രാൻസിസ്റ്ററിലും അതുപോലെ തന്നെ എമിറ്റർ സെക്ഷന് ഹെവിലി ഡോപ്ഡ് ആയിരിക്കും. അപ്പോൾ ഒരുപാട് ഹോൾസ് കാണും ഇവിടെ. ദെൻ എൻ എന്ന് പറയുന്നത് ബേസ് ആണ്, അത് ലൈറ്റ്ലി ഡോപ്ഡ് ആയിരിക്കും, വളരെ കുറച്ച് കാരിയേഴ്സ് മാത്രമേ കാണത്തുള്ളൂ. ദെൻ പി എന്ന് പറയുന്നത് കളക്ടർ സെക്ഷൻ ആണ്, അതെന്തായിരിക്കും, മോഡറേറ്റ്ലി ഡോപ്ഡ്, മീഡിയം ലെവലിലായിരിക്കും. ദെൻ സൈസ് വെച്ച് നോക്കുമ്പോൾ കളക്ടർ ഹൈ സൈസ് ആയിരിക്കും, ഒരുപാട് വൈഡർ ആയിരിക്കും. എമിറ്റർ മോഡറേറ്റ് ആയിരിക്കും. അതേപോലെ തന്നെ ബേസ് എന്ന് പറയുന്നത് വളരെ ചെറിയ തിന്നർ ആയിരിക്കും. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളക്ടറാണ് ചാർജസിനെല്ലാം കളക്ട് ചെയ്യുന്ന ആൾ. ഈ എമിറ്ററിൽ നിന്ന് വരുന്ന ചാർജസിനെയും കൂടെ കളക്ട് ചെയ്യുന്ന ആളാണ് ഈ കളക്ടർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കളക്ടർ എന്ത് ചെയ്യുന്നത്, ഒരുപാട് വിഡ്ത്ത് കൂടുതലായിട്ടിരിക്കുന്നത്. എമിറ്റർ ചെയ്യുന്നത് എന്താണ്, എനർജീനെ അല്ലെങ്കിൽ ചാർജസിനെ, ഫ്രീ ചാർജസിനെ സപ്ലൈ ചെയ്യുന്നു. അതുകൊണ്ടാണ് അത് ഹെവിലി ഡോപ്ഡ് ആയിട്ടിരിക്കുന്നത്. അതുപോലെ സൈസ് എന്തായിരിക്കും, കുറവായിരിക്കും. ഇതിനിടയ്ക്കുള്ള സെക്ഷനാണ് ബേസ് എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ എൻ പി എൻ ട്രാൻസിസ്റ്റർ. എൻ പി എൻ ട്രാൻസിസ്റ്ററിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കുക. ഇത് എമിറ്റർ, ബേസ്, കളക്ടർ, എൻ പി എൻ ട്രാൻസിസ്റ്റർ ആണെന്ന് വിചാരിക്കുക. എൻ ആയതുകൊണ്ട് തന്നെ അവിടെ എന്ത് കാണും, ഇലക്ട്രോൺസ് കാണും. ദെൻ ഇവിടെ എന്ത് കാണും, ബേസ് എന്ന് പറയുന്നത് പി ആണ്, അപ്പോൾ ഹോൾസ് ഉണ്ട്. ദെൻ കളക്ടറിൽ എന്തുണ്ട്, ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെയാണ്, ഈ റീജിയനിൽ നിന്നാണ്, അല്ലെങ്കിൽ എമിറ്ററിൽ നിന്നാണ് ചാർജ് കാരിയേഴ്സ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് എമിറ്റർ സെക്ഷൻ എന്താണ് ചെയ്തിരിക്കുന്നത്. എമിറ്റർ സെക്ഷൻ ഈസ് ഫോർവേഡ് ബയാസ്ഡ്. എമിറ്റർ സെക്ഷൻ ഫോർവേഡ് ബയാസ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് എൻ ടു നെഗറ്റീവ്, പി ടു പോസിറ്റീവ്. അതാണ് എന്താണ്, പി ടു പോസിറ്റീവ്, എൻ ടു നെഗറ്റീവ് എന്തായിരുന്നു, ഫോർവേഡ് ബയാസിംഗ് ആണ്. അപ്പോൾ ഇവിടുത്തെ റെസിസ്റ്റൻസ് എന്തായിരിക്കും, കുറവായിരിക്കും. ദെൻ കളക്ടർ ബേസ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് സെക്ഷൻ എന്താണ്, റിവേഴ്സ് ബയാസ്ഡ് ആണ്. ദാറ്റ് ഈസ് എൻ ടു പോസിറ്റീവ്, പി ടു നെഗറ്റീവ്. അപ്പോൾ എന്താണ്, ഇത് റിവേഴ്സ് ബയാസ്ഡ് ആണ്.
ഓക്കെ, അത്ര മനസ്സിലായല്ലോ. അപ്പോൾ ഇൻപുട്ട് സെക്ഷൻ ഫോർവേഡ് ബയാസ്ഡ് ആണ്, ഔട്ട്പുട്ട് സെക്ഷൻ റിവേഴ്സ് ബയാസ്ഡ് ആണ്. ഓക്കെ, ഇനി ഇൻപുട്ട് സെക്ഷനിൽ നിന്നാണ് ചാർജ് കാരിയേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെങ്ങോട്ട് ഫ്ലോ ചെയ്യുന്നു? ബേസിലേക്ക് ഫ്ലോ ചെയ്യുന്നു. ബേസിലേക്ക് ഫ്ലോ ചെയ്യുമ്പോൾ ഉടനെ അവിടെ ഒരു ഹോൾ ഉണ്ടായിരുന്നു, കാരണം അവിടെ ലൈറ്റ്ലി ഡോപ്ഡ് ആയതുകൊണ്ട് വളരെ കുറച്ച് ഹോൾസ് മാത്രമേ ഉള്ളൂ, പി ടൈപ്പ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഹോൾസേ ഉള്ളൂ. അതുമായിട്ട് റീകമ്പൈൻ ചെയ്തു. എന്നിട്ട് അതെങ്ങോട്ട് പോകുന്നു? കളക്ടറിലേക്ക് പോകുന്നു. ദാറ്റ് മീൻസ് അവിടെ എന്ത് നടക്കുന്നു? ഒരു ഇലക്ട്രോൺ ഫ്ലോ ഇവിടെ നടക്കുന്നു. അപ്പോൾ ഫോർവേഡ് ബയാസിങ് കാരണം എൻ ടൈപ്പ് എമിറ്ററിലുള്ള ഇലക്ട്രോൺസ് എങ്ങോട്ട് പോകുന്നു? ബേസിലേക്ക് പോകുന്നു. അങ്ങനെ ഐ എന്ന കറണ്ട് ഉണ്ടാകുന്നു, എമിറ്റർ കറണ്ട് ഉണ്ടാകുന്നു. ആ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു? പി ടൈപ്പ് ബേസിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഇവിടെയുള്ള ഹോൾസുമായിട്ട് റീകമ്പൈൻ ചെയ്യാനായിട്ട് തുടങ്ങുന്നു. കാരണം അവിടെ ബേസ് ലൈറ്റ്ലി ഡോപ്ഡ് ആയതുകൊണ്ട് എന്താണ്, വളരെ കുറച്ച് ഹോൾസ് മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ കുറച്ച് ഇലക്ട്രോൺസ് എന്ത് ചെയ്തു? ഒരു 5% ഇലക്ട്രോൺസ് ഈ ഹോൾസുമായിട്ട് റീകമ്പൈൻ ചെയ്യുന്നു. അങ്ങനെ അവിടെ ഉണ്ടാകുന്ന കറണ്ടിന് പറയുന്ന പേരാണ് ബേസ് കറണ്ട്. ബാക്കിയുള്ള 95% ഇലക്ട്രോൺസ് എങ്ങോട്ട് പോകുന്നു? കളക്ടറിലേക്ക് പോകുന്നു. അങ്ങനെ ഏത് കറണ്ട് ഉണ്ടാകുന്നു? IC എന്ന് പറഞ്ഞ കളക്ടർ കറണ്ട് ഉണ്ടാകുന്നു. അപ്പോൾ ആര് കാരണമാണ് ഈ ബേസ് കറണ്ടും അതുപോലെ കളക്ടർ കറണ്ടും ഉണ്ടായത്? I എന്ന കറണ്ട് കാരണം. അതുകൊണ്ട് I = IB + IC ആയിരിക്കും. ഓക്കെ, ദെൻ PNP ട്രാൻസിസ്റ്റർ. PNP ട്രാൻസിസ്റ്റർ പറയുമ്പോൾ ഉടനെ നമ്മൾ ഓർക്കുക, ഇൻപുട്ട് സെക്ഷൻ ഏത് ബയാസിംഗ് ആണ്? ഫോർവേഡ് ബയാസിംഗ്. ഔട്ട്പുട്ട് സെക്ഷൻ ഏത് ബയാസിംഗ് ആണ്? റിവേഴ്സ് ബയാസിംഗ്. ദാറ്റ് ഈസ് P2 പോസിറ്റീവ് N2 നെഗറ്റീവ്, ഫോർവേഡ് ബയാസിംഗ് ആണ്. P2 നെഗറ്റീവ് N2 പോസിറ്റീവ് ഏത് ബയാസിംഗ് ആണ്? റിവേഴ്സ് ബയാസിംഗ് ആണ്. അപ്പോൾ ഇത് ഫോർവേഡ് ബയാസിംഗ്, ഇത് റിവേഴ്സ് ബയാസിംഗ്. ഓക്കെ, അപ്പോൾ ഫോർവേഡ് ബയാസിംഗ് കാരണം എന്ത് സംഭവിക്കുന്നു? ഇവിടെ എന്തുണ്ട്? ഹോൾസ് ഉണ്ട്. കാരണം ഇത് ഏത് ടൈപ്പ് ആണ്? പി ടൈപ്പ് ആണ്. ആ പി ടൈപ്പ് ഹോൾസ് എങ്ങോട്ട് പോകുന്നു? ഈ ബേസിലേക്ക് ചെല്ലുന്നു. അങ്ങനെ ഏത് കറണ്ട് ഉണ്ടാകുന്നു? എമിറ്ററിൽ നിന്ന് ഹോൾസ് ബേസിലേക്ക് പോകുമ്പം I എന്ന കറണ്ട് ഉണ്ടാകുന്നു. ആ ഹോൾസ് എന്ത് ചെയ്യുന്നു? ഇവിടെയുള്ള ഇലക്ട്രോൺസുമായിട്ട് റീകമ്പൈൻ ചെയ്യുന്നു. അവിടെ ഇലക്ട്രോൺസിന്റെ എണ്ണം എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. കാരണം ബേസ് എപ്പോഴും എന്താണ്? ലൈറ്റ്ലി ഡോപ്ഡ് ആണ്. അതുകൊണ്ട് എന്താണ്? അവിടുത്തെ ഇലക്ട്രോൺസിന്റെ എണ്ണം കുറവാണ്. അപ്പോൾ കുറച്ച് ഹോൾസ് എന്ത് ചെയ്യുന്നു? ഈ ഇലക്ട്രോൺസുമായിട്ട് റീകമ്പൈൻ ചെയ്യുന്നു. അങ്ങനെ ഏത് കറണ്ട് ഉണ്ടാകുന്നു? IB എന്ന കറണ്ട് ഉണ്ടാകുന്നു. അപ്പോൾ 5% ഹോൾസ് എന്ത് ചെയ്യുന്നു? ഇലക്ട്രോൺസുമായിട്ട് റീകമ്പൈൻ ചെയ്യുന്നു. ബാക്കി 95% എങ്ങോട്ട് പോകുന്നു? കളക്ടറിലേക്ക് പോകുന്നു. അങ്ങനെ കളക്ടറിൽ ഏത് കറണ്ട് ഉണ്ടാകുന്നു? IC എന്ന കറണ്ട് ഉണ്ടാകുന്നു. ദാറ്റ് ഈസ് I = IB + IC. So thank you. We will discuss more about this transistor in the next class. So thank you. Stay happy. Bye.